പരീക്ഷകളുടെ സുതാര്യത ഉറപ്പാക്കാൻ നടപടി ആരംഭിച്ച് കണ്ണൂർ സർവകലാശാല. എല്ലാ കോളേജുകളിലും പുറത്തുനിന്നുള്ള അധ്യാപകൻ നിരീക്ഷകനായി എത്തും. ഇതിനായി 70 പേരുടെ പട്ടിക തയ്യാറാക്കി. ഇന്നലെ മുതലുള്ള പരീക്ഷകളിൽ നിർദ്ദേശം നടപ്പിലാക്കി തുടങ്ങിക്കഴിഞ്ഞു. മിഥുൻ പിള്ള ചേരുന്ന വിവരങ്ങളുമായി. മിഥുൻ, അതെങ്ങനെയാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്? വീണ, നമുക്കറിയാം, കാസർഗോഡ് ബേക്കലിലെ ഗ്രീൻവുഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ അധ്യാപകർ തന്നെ വിദ്യാർത്ഥികൾക്ക് ചോദ്യപേപ്പർ ചോർത്തി നൽകിയൊരു വിഷയമുണ്ടായിരുന്നു. അത് സർവകലാശാല കൈയോടെ പിടികൂടുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇത്തരമൊരു നടപടിയുമായി കണ്ണൂർ സർവകലാശാല രംഗത്തെത്തിയിരിക്കുന്നത്. സർക്കാർ കോളേജുകൾ ഒഴികെയുള്ള മറ്റ് കോളേജുകളിൽ പരീക്ഷകളുടെ സുതാര്യത ഉറപ്പാക്കാനുള്ള നടപടിയുമായിട്ടാണ് സർവകലാശാല എത്തിയിരിക്കുന്നത്. എല്ലാ കോളേജുകളിലും പുറത്തു നിന്നുള്ള അധ്യാപകർ നിരീക്ഷകനായി എത്തും. ഇതിനായി 70 അധ്യാപകരുടെ ലിസ്റ്റാണ് തയ്യാറാക്കിയിരിക്കുന്നത്. മാത്രമല്ല, അത് ഇന്നലെ മുതലുള്ള പരീക്ഷകളിൽ നടപ്പാക്കി തുടങ്ങിയിട്ടുമുണ്ട്. ആവശ്യത്തിനുള്ള അധ്യാപകരുടെ പട്ടിക തയ്യാറാക്കുന്നതോടെ ഗവൺമെന്റ് കോളേജുകളിൽ നിന്നും ഈ ഒരു നിരീക്ഷണം കൊണ്ടുവരാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഈ ചോദ്യപേപ്പർ ചോർന്നുവെന്ന് കണ്ടെത്തിയ ഗ്രീൻവുഡ് കോളേജിനെതിരായ നടപടിയിൽ ഈ വരുന്ന 5-ാം തീയതി തീരുമാനമെടുക്കുമെന്ന് അറിയുന്നുണ്ട്. കാരണം അന്നാണ് സിൻഡിക്കേറ്റ് സമിതിയുടെ യോഗം നടക്കുന്നത്. ആ യോഗത്തിലായിരിക്കും ഈ കോളേജിന്റെ അഫിലിയേഷൻ അടക്കം റദ്ദാക്കണമെന്നടക്കമുള്ള കാര്യങ്ങളിൽ ചർച്ചകൾ നടക്കുക. മാത്രമല്ല, കോളേജുകളിൽ നേരത്തെ നടന്ന പരീക്ഷകളിലും ഇത്തരത്തിൽ ചോദ്യപേപ്പർ ചോർന്നോ എന്ന കാര്യവും പരിശോധിച്ചു വരുന്നുണ്ട്. ചോർച്ചയുണ്ടായെന്ന് തെളിഞ്ഞാൽ പരീക്ഷകൾ വീണ്ടും നടത്തുന്ന സാഹചര്യം അടക്കം ഉണ്ടായേക്കുമെന്നാണ് സർവകലാശാലയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. വീണ, ഓക്കെ, ശരി മിഥുൻ.